ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഏപ്രിൽ 15, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ വിഷു ആയിരുന്നു, അതുകൊണ്ട് ഇന്നലെ കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്തോറും ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മളുടെ അപ്ഡേഷൻസ് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 15 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ധർമ്മടം ഇസ് ദ ഫസ്റ്റ് എക്സ്ട്രീം പോവർട്ടി ഫ്രീ കോൺസ്റ്റിറ്റ്യുവൻസി. ധർമ്മടം ആദ്യ കടുത്ത ദാരിദ്ര്യരഹിത മണ്ഡലം. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ധർമ്മടം, ഇത് ഏത് ജില്ലയിലാണ് ധർമ്മടം എന്ന ഈ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 13 കേരളത്തിലെ ഏത് മണ്ഡലമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത മണ്ഡലമായി പ്രഖ്യാപിച്ചത്? ധർമ്മടം മണ്ഡലം. ഈ കഴിഞ്ഞ ഏപ്രിൽ 13 കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ധർമ്മടം നിയമസഭാ മണ്ഡലത്തെ കേരളത്തിലെ അതിദാരിദ്ര്യരഹിത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചു. അതായത് എക്സ്ട്രീം പോവർട്ടി ഫ്രീ കോൺസ്റ്റിറ്റ്യുവൻസി, അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ധർമ്മടം മണ്ഡലത്തെ. കണ്ണൂരിലെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തെ സംസ്ഥാനത്തെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത മണ്ഡലമായി പ്രഖ്യാപിച്ചത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 13 കണ്ണൂരിലുള്ള ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസി, അതായത് ധർമ്മടം മണ്ഡലത്തെ അതിദാരിദ്ര്യരഹിത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ ഏത് തീയതിയോടെ കേരള സംസ്ഥാനം അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കും? 2025 നവംബർ 1. അതായത് വരാൻ പോകുന്ന നവംബർ 1 കേരളപ്പിറവി ആ ദിവസം കേരളത്തെ പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു ഫ്രീ കോൺസ്റ്റിറ്റ്യുവൻസി, ആദ്യത്തെ ഒരു മണ്ഡലം ധർമ്മടം കോൺസ്റ്റിറ്റ്യുവൻസിയെ പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യരഹിത മണ്ഡലമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യരഹിത മണ്ഡലം നിർണ്ണയിക്കുന്നതിനുള്ള 4 നിർണായക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷ്യലഭ്യത, ആരോഗ്യം, വരുമാനം, പാർപ്പിടം. ഈ 4 കാറ്റഗറി, അതായത് ഫുഡ് അവൈലബിലിറ്റി, ഹെൽത്ത്, ഇൻകം ആൻഡ് ഹൗസിംഗ്, ഈ 4 മാനദണ്ഡങ്ങളിലെ ആ ഒരു ലെവലിൽ കൗണ്ട് ചെയ്തിട്ടാണ് ഇത് കേരളത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അതിദാരിദ്ര്യരഹിത മണ്ഡലമായിട്ട് അല്ലെങ്കിൽ അതിദാരിദ്ര്യരഹിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കുന്നത്. വരാൻ പോകുന്ന നവംബർ 1 കേരളം ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കുമല്ലോ പൂർണ്ണമായിട്ടും ദാരിദ്ര്യം ഇല്ല, അതായത് അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന ലെവലിലേക്ക് വരാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: DRDO ടെസ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റാർ വാർ ലേസർ വെപ്പൺ. DRDO ഭാവിയിലേക്കുള്ള സ്റ്റാർ വാർ ലേസർ ആയുധം പരീക്ഷിച്ചു. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അതിൻ്റെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു ലേസർ വെപ്പന്റെ പരീക്ഷണം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഉയർന്ന പവർ ലേസർ അധിഷ്ഠിത ഡയറക്റ്റ് എനർജി ഉപയോഗിച്ച് ഇന്ത്യ ആദ്യമായി ഒരു ഭാവി ആയുധം വിജയകരമായി പരീക്ഷിച്ച തീയതി ഏതാണ്? 2025 ഏപ്രിൽ 13. ഈ ഏപ്രിൽ 13 ഇന്ത്യ വളരെ സക്സസ്ഫുൾ ആയിട്ട് ലേസർ വെപ്പൺ ഇത് വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചു. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു DRDOയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പരീക്ഷണമായിരുന്നു, അതായത് ലേസർ വെപ്പൺ അത് വളരെ പവർഫുൾ ആയിട്ട് ഉപയോഗിച്ച തീയതിയായിരുന്നു ഏപ്രിൽ 13, 2025. 2025 ഏപ്രിൽ 13 ഇന്ത്യയിലെ ആദ്യ ലേസർ ആയുധം രൂപകൽപ്പന ചെയ്ത ലക്ഷ്യം നശിപ്പിച്ച സംഘടന ഏതാണ്? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അതായത് ലേസർ വെപ്പൺ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷണം നടത്തിയ തീയതിയാണ് ഏപ്രിൽ 13. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. DRDO ആണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. 2025 ഏപ്രിൽ 13 ഇന്ത്യയുടെ ആദ്യത്തെ ലേസർ ആയുധം പരീക്ഷിച്ച ലക്ഷ്യം നശിപ്പിക്കാൻ ഉപയോഗിച്ച വസ്തു ഏതാണ്? ഡ്രോൺ ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ കൃത്യമായിട്ടുള്ള ഡ്രോണിനെ ലേസർ ഉപയോഗിച്ച് നശിപ്പിച്ചുകൊണ്ട് തകർത്ത ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ള തീയതിയാണ് ഏപ്രിൽ 13. അതായത് ഇപ്പോൾ ഇന്ത്യ 4ാമത്തെ ഒരു രാഷ്ട്രമായിട്ട് മാറുകയാണ്. റഷ്യ,
ചൈന, US ഈ 3 രാഷ്ട്രങ്ങൾ മാത്രമേ ലേസർ ഉപയോഗിച്ചിട്ടുള്ള ആ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുള്ള രാഷ്ട്രങ്ങൾ. ആ 3 രാഷ്ട്രത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള ആയുധമുണ്ട്. ഇപ്പോൾ ഇന്ത്യ 4ാമത്തെ ഒരു രാജ്യമായിട്ട് മാറുകയാണ്. ഒപ്പം തന്നെ ഇസ്രായേലും ഇതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേലും ഇന്ത്യയാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 രാഷ്ട്രങ്ങൾ ഇതിൽ വിജയിച്ചിട്ടുണ്ട്: അമേരിക്ക, ചൈന, റഷ്യ. 2025 ഏപ്രിൽ 13 പരീക്ഷിക്കുന്നതിനായി DRDO രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ലേസർ ആയുധത്തിന്റെ പേരെന്താണ്? MK2A ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ DEW സിസ്റ്റം. അതായത് ഈ ലേസർ വെപ്പന്റെ പേരാണ് MK2A ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺ DEW എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ആയുധമാണ് ഇപ്പോൾ ഒരു ഡ്രോൺ കൃത്യമായിട്ട് തന്നെ ആ ഡ്രോണിനെ ലേസർ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിച്ചിട്ടുള്ളത്. 2025 ഏപ്രിൽ 13 ഇന്ത്യയുടെ ആദ്യത്തെ ലേസർ ആയുധം പരീക്ഷിക്കാൻ DRDO ഏത് ശ്രേണിയാണ് ഉപയോഗിച്ചത്? ആന്ധ്രാപ്രദേശിലെ കുർണൂൽ. ആന്ധ്രാപ്രദേശിലെ കുർണൂൽ എന്ന സ്ഥലത്താണ് DRDO ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതായത് ലേസർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രോണിനെ നശിപ്പിച്ചിട്ടുള്ളത്. ഇത് ഏപ്രിൽ 13, 2025 ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് AKME. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം ഇടപെടൽ AKME ഇതൊരു മിലിറ്ററി എക്സസൈസ് ആണ്. നേവിയായി ബന്ധപ്പെട്ട ഒരു സൈനിക അഭ്യാസമാണ് AIKME എന്ന് പറയുന്ന ഈ എക്സസൈസ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 13 ആഫ്രിക്ക ഇന്ത്യ മാരിടൈം എൻഗേജ്മെന്റ് AIKME 2025 ഏത് രാജ്യത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഡാർ എസ് സലാം, ടാൻസാനിയ. ഏപ്രിൽ 13 ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു എക്സസൈസ് ആരംഭിച്ചു, ഒരു നേവൽ എക്സസൈസ് ആരംഭിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ് AKME എന്ന് പറയുന്ന എക്സസൈസ്. ഇതിന്റെ തുടക്കം ഏപ്രിൽ 13 6 ദിവസം നിൽക്കുന്ന ഒരു എക്സസൈസ് ആണ്. ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 18 വരെ. ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് AIKME 2025 സൈനിക അഭ്യാസം സംയുക്തമായി സംഘടിപ്പിച്ച 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ടാൻസാനിയയും. ഇന്ത്യ, ടാൻസാനിയ എന്നീ 2 രാജ്യങ്ങൾ നടത്തുന്ന, അതായത് ജോയിന്റ്ലി നടത്തുന്ന ഒരു എക്സസൈസ് ആണ് AKME എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഇത് ആഫ്രിക്കയിൽ കോണ്ടിനെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഓഷ്യൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സസൈസ് ആണ്. നേവി എക്സസൈസ് ആണിത്. 2025 ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 18 വരെ നടക്കുന്ന ആഫ്രിക്ക ഇന്ത്യ കീ മാരിടൈം എൻഗേജ്മെന്റ് AKME 2025 സൈനിക അഭ്യാസത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു? 11 രാജ്യങ്ങൾ. 11 കൺട്രീസിന്റെ പാർട്ടിസിപ്പേഷൻ നടക്കുന്ന ഒരു എക്സസൈസ് ആണ് AIKME എന്ന് പറയുന്ന ഈ എക്സസൈസ്. ഇത് ഇന്ത്യ, ടാൻസാനിയ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന ഒരു എക്സസൈസ് ആണിത്. ഇന്ത്യ, ടാൻസാനിയ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു എക്സസൈസ് ആണ്. 11 കൺട്രീസ് പങ്കെടുക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: തെലങ്കാന ബിക്കംസ് ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് SC കാറ്റഗറൈസേഷൻ ആക്ട്. SC വർഗീകരണ നിയമം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഷെഡ്യൂൾ കാസ്റ്റ് കാറ്റഗറൈസേഷൻ നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് തെലങ്കാന. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. SC സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത് ഏതാണ്? തെലങ്കാന സർക്കാർ. സോ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ആണ്. അതായത് SC റിസർവേഷൻ അതിനെ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അതായത് വീണ്ടും അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റേറ്റ് ആണ്. അതായത് അതിൽ തന്നെ ശതമാനത്തിൻ്റെ അതിൽ തന്നെ 3 ലെവലിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ശതമാനം അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ള സംസ്ഥാനമായിട്ട് മാറി. എഡ്യൂക്കേഷൻ, ജോബ്, പൊളിറ്റിക്കൽ പൊസിഷനിലേക്കുള്ള കാറ്റഗറൈസേഷൻ ആണ് റിസർവേഷൻ എന്ന് പറയുമ്പോൾ. ഇതിലാണ് ഇപ്പോൾ തെലങ്കാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഏത് അവസരത്തിലാണ് തെലങ്കാന സർക്കാർ പട്ടികജാതി സംവരണങ്ങളെ ഉപവിഭാഗങ്ങളായി തരംതിരിക്കുന്നത്? ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മവാർഷികം. ഈ കഴിഞ്ഞ ഏപ്രിൽ 14, അതായത് ഇന്നലെയായിരുന്നു ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മവാർഷികം. 134th ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു ഡോക്ടർ BR അംബേദ്കറിന്റെ. ഇദ്ദേഹത്തിന്റെ ആ ഒരു ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് തെലങ്കാന സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനം. അതായത് SC എന്ന ആ വിഭാഗത്തെ വീണ്ടും ഒരു സബ് കാറ്റഗറൈസ് ചെയ്തുകൊണ്ട്
ആ ജോബിലേക്കുള്ള റിസർവേഷനും എഡ്യൂക്കേഷനിലെ റിസർവേഷനും ഇതിനെയുള്ള കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്നതിനായി തെലങ്കാന സർക്കാർ എത്ര വ്യത്യസ്ത ഗ്രൂപ്പുകളെ സൃഷ്ടിച്ചു? ജനസംഖ്യയുടെയും സാമൂഹിക സാമ്പത്തികമായും അടിസ്ഥാനമാക്കി 3 വ്യത്യസ്ത ഗ്രൂപ്പുകൾ. 3 ഗ്രൂപ്പ് ആണ് മാറ്റിയിട്ടുള്ളത് ബേസ്ഡ് ഓൺ പോപ്പുലേഷനും സോഷ്യോ ഇക്കണോമിക്കലി, അതായത് സാമൂഹിക സാമ്പത്തിക അവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപവർഗീകരണം നടത്തിയിട്ടുള്ളത്. 3 ഗ്രൂപ്പിലായിട്ട് മാറ്റിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ ഗോൾഡൻ ജൂബിലി ഫോർ ഇന്ത്യസ് ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ടയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വർഷം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യ അതിൻ്റെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് തീയതിയിലാണ്? 19 ഏപ്രിൽ 1975. 1975 ഏപ്രിൽ 19 തീയതിയാണ് ആര്യഭട്ട എന്ന സാറ്റലൈറ്റ് ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിൻ്റെ 50ാമത്തെ വർഷം ആണ് ആഘോഷിക്കുന്നത്. ഗോൾഡൻ ജൂബിലിയാണ് ഇന്ത്യ ആഘോഷിക്കുന്നത്. 1975 ഏപ്രിൽ 19 ആര്യഭട്ട ഇന്ത്യ ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. 2025 ഏപ്രിൽ 19 വരെ ഇന്ത്യയുടെ എത്ര ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട്? 55 ഉപഗ്രഹങ്ങൾ. ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഉപഗ്രഹങ്ങൾ ആണ് 55 ഇതുവരെ. അതായത് ഏപ്രിൽ 19 വരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ 55 സാറ്റലൈറ്റ്സ് ആണ് ഇന്നിപ്പോൾ ഭ്രമണപഥത്തിൽ ഉള്ളത്. ഇന്ത്യ അതിൻ്റെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ടയെ എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? കപ്പുസ്റ്റിൻ യാർ, റഷ്യ. റഷ്യയുടെ കാപ്പുസ്റ്റിൻ യാർ എന്ന ലോഞ്ച് സ്റ്റേഷനാണ് ഇന്ത്യ ആദ്യത്തെ സാറ്റലൈറ്റ് ആയിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദി സാരാസ് MK2 പ്ലെയിൻ എക്സ്പെക്റ്റഡ് ഇൻ ഡിസംബർ 2027. ഇതും ഹിന്ദു പത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് സാരാസ് MK2 പ്ലെയിൻ ഇതിൻ്റെ പ്രതീക്ഷിക്കുന്ന പറക്കൽ ടെസ്റ്റ് ഡിസംബർ 2027 കൂടിയായിരിക്കും. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് വർഷത്തിലാണ് ഇന്ത്യ സിവിലിയൻ വിമാനമായ സരസ് MK2ന്റെ പറക്കൽ പരീക്ഷണം പ്രതീക്ഷിക്കുന്നത്? ഡിസംബർ 2027. ഇന്ത്യ സ്വന്തമായിട്ടൊരു ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ നിർമ്മാണത്തിലാണ്. ഇതിന്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2027. സരസ് MK2 എന്നാണ് ഈ വിമാനത്തിന്റെ പേര്. ഇത് ഡിഫൻസ് അല്ലാത്ത ഒരു വിമാനമായിരിക്കും. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇതൊരു സിവിലിയൻസിന് വേണ്ടി, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള വിമാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് നിലവിലെ ഡയറക്ടർ ആരാണ്? ഡോക്ടർ അഭയ് ആനന്ദ് പാഷിൽക്കൽ. സരസ് MK2 എന്ന വിമാനത്തിന്റെ നിർമ്മാണങ്ങളും കംപ്ലീറ്റ് കൺട്രോൾ നടത്തുന്ന ഒരു സംഘടനയാണ് CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്. ഇതിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആണ് ഡോക്ടർ അഭയ് ആനന്ദ് പാഷിൽക്കർ. ഡിസംബർ 2027 പ്ലാൻ ചെയ്യുന്ന സരസ് MK2 എന്ന വിമാനത്തിന്റെ കംപ്ലീറ്റ് കൺട്രോൾ ആണ് CSIR NAL, അതായത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ്. ഇന്ത്യ രൂപകൽപ്പന ചെയ്ത സിവിലിയൻ വിമാനത്തിന്റെ പുതുക്കിയ പതിപ്പായ സരസ് MK2 എത്ര സീറ്റുകൾ ഉള്ളതാണ്? 14 സീറ്റ്. 14 സീറ്റ് ആണ് സരസ് MK2 എന്ന വിമാനത്തിൽ ഉള്ളത്. ഒരു ട്രാൻസ്പോർട്ട് വിമാനമാണ്, ചെറിയ ലെവലുള്ള ഒരു ട്രാൻസ്പോർട്ട് വിമാനമാണ് സരസ് MK2. ഇതിന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ 2027. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സൗരവ് ഗാംഗുലി റീ അപ്പോയിന്റഡ് ആസ് ചെയർപേഴ്സൺ ഓഫ് ദി ICC മെൻസ് ക്രിക്കറ്റ് കമ്മിറ്റി. ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി സൗരവ് ഗാംഗുലിയെ വീണ്ടും നിയമിച്ചു. സൗരവ് ഗാംഗുലിയായിരുന്നു ICCയുടെ ചെയർപേഴ്സൺ. അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുകയാണ്. സൗരവ് ഗാംഗുലിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു സ്ഥാനത്ത് ആരായിരുന്നു? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഏപ്രിൽ 13 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സൗരവ് ഗാംഗുലി. ICCയുടെ ചെയർമാൻ ആണ് ജയ്ഷാ. ICCയുടെ പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലിക്ക് മുമ്പ് ആ ഒരു സ്ഥാനത്തെത്തിയിട്ടുള്ളത് അനിൽ കുംബ്ലെയായിരുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വനിതാ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ന്യൂസിലാൻഡ് ഓഫ് സ്പിന്നർ കാതറിൻ കാമ്പെൽ. പുരുഷന്മാരുടെ ടീമിന്റെ ചെയർപേഴ്സൺ ആണ് സൗരവ് ഗാംഗുലി. അതുപോലെ തന്നെ വനിതകളുടെ ആണെങ്കിൽ ന്യൂസിലാൻഡ് ഓഫ് സ്പിന്നർ ആയിട്ടുള്ള കാതറിൻ കാമ്പെൽ ആണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്
ഇന്ത്യ ഫിനിഷസ് സെക്കൻഡ് ഓവറോൾ ഇൻ ഫസ്റ്റ് ISSF വേൾഡ് കപ്പ് 2025. 2025 ആദ്യത്തെ ISSF ലോകകപ്പിൽ ഇന്ത്യ മൊത്തത്തിൽ 2ാം സ്ഥാനം നേടി. ഈ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ISSF വേൾഡ് കപ്പ് 2025. എന്താണ് ISSFന്റെ ഫുൾ ഫോം? ഏത് രാജ്യമാണ് ISSF വേൾഡ് കപ്പിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ISSF ലോകകപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എന്തായിരുന്നു? 2ാമത്തെ സ്ഥാനം. ISSF എന്നാൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ. ISSFന്റെ ആദ്യത്തെ വേൾഡ് കപ്പ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിൽ ഇന്ത്യക്ക് 2ാമത്തെ പൊസിഷൻ ആണ് ലഭിച്ചിട്ടുള്ളത്. 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ചൈനയാണ്. 2025 ISSF ലോകകപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 8 മെഡലുകൾ. 8 മെഡൽസ് ആണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 4 സ്വർണം, 2 വെള്ളി, 2 വെങ്കലം, ടോട്ടൽ 8 ഗോൾഡ്. 2025 അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? ചൈന. 46 ഷൂട്ടേഴ്സ്. ഇന്ത്യ 2ാം സ്ഥാനത്തും ചൈന 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഈ ഒരു മത്സരത്തിൽ എത്തിയിട്ടുള്ളത് ചൈനയ്ക്ക് 46 ഷൂട്ടേഴ്സ് ആയിരുന്നു. ഇന്ത്യക്ക് തൊട്ടടുത്ത് തന്നെ 42 ഷൂട്ടേഴ്സ് ആണ് ഇന്ത്യക്കും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ 2ാം സ്ഥാനത്തും ചൈന ഫസ്റ്റ് പൊസിഷനിലാണ്. ഈ ഒരു ISSF വേൾഡ് ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ നടന്നിട്ടുള്ള ഈ ഒരു കപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 25ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട് GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.